بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قال الإمام البخاري رحمه الله تعالى باب قيام ليلة القدر من الإيمان ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവർ ഈമാനിനെ സംബന്ധിച്ച് പറഞ്ഞു, അത് കൽബിയും അമലിയും രണ്ടും കൂടി ഉൾക്കൊണ്ടതാണ്. അമലിൽ കൗലിയും പെട്ടു. അപ്പോൾ കൗലും ഫിഅലും ഇഅ്തിഖാദും ഉൾക്കൊള്ളുന്നതാണ് ഈമാൻ എന്ന് പറഞ്ഞു. പിന്നെ ഈമാൻ്റെ ലിദ്ദായ കുഫറിനെ സംബന്ധിച്ച് പറഞ്ഞു. ആ കുഫറിൻ്റെ അശദ്ധായ ഐറ്റമായ നിഫാഖിനെയും അതിൻ്റെ അലാമത്തിനെയും പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ ഈ നിഫാഖിൻ്റെ അലാമത്ത് പറഞ്ഞപ്പോൾ മഹാനവർകൾ ഈമാൻ്റെ ചില അടയാളങ്ങളാണ് ഇനി വരാൻ പോകുന്ന 4 ബാബിൽ വിശദീകരിക്കുന്നത്. അവിടെയുള്ള മിനൽ ഈമാൻ എന്ന് പറയുന്നിടത്തുള്ള മിന്ന് ഇബ്തിദായിയായ മിന്നാക്കുക. ബാബു എന്നത് ഇളാഫത്ത് കൊണ്ട് വായിക്കുക. അപ്പം നല്ലൊരർത്ഥം കിട്ടും. അപ്പം എന്തിന് ഈമാൻ കാര്യം എണ്ണുന്നതിൻ്റെ മുമ്പ് കുഫറിനെയും നിഫാഖിനെയും സംബന്ധിച്ച് ചർച്ച എടി കൊണ്ടുവന്നു എന്നുള്ള വിഷയം ചോദ്യം വരില്ല, ചോദ്യത്തിന് മറുപടിയും വരില്ല. ഈമാൻ്റെ ബാബാണ്. നിഫാഖിൻ്റെ അലാമത്ത് പറഞ്ഞപ്പം ഈമാൻ്റെ അടയാളം അത് സ്വീകരിക്കുക. അപ്പം അങ്ങനെ അർത്ഥം വെക്കുക, ബാബു ഖിയാമി ലൈലത്തിൽ ഖദിരി മിനൽ ഈമാൻ. മിനൽ ഈമാൻ്റെ മിന്ന് ഇബ്തിദായിയാണ്. അപ്പം ഈമാനിൽ നിന്ന് ഉത്ഭവിക്കുന്നതായ ലൈലത്തുൽ ഖദറിലെ ഖിയാം അത് വിശദീകരിക്കുന്ന ബാബാകുന്നു. ലൈലത്തുൽ ഖദറിലെ ഖിയാം പല രൂപത്തിലുണ്ട്. ചില ആളുകൾ പേരിന് വേണ്ടി പോകും. ഞങ്ങൾ നേരം പുൽക്കോളും പള്ളിയിൽ നിന്ന് ഹയാത്താക്കി. ചില ആളുകൾ മഹല്ലത്തിലെ നേതാക്കന്മാരാവും. അപ്പം അവർക്ക് പേരെടുക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യും. അങ്ങനെ ചില ആളുകൾ അവരുടെ പാർട്ടിക്കാർ നടത്തുന്ന ലൈലത്തുൽ ഖദറിൻ്റെ പരിപാടിയിൽ അവിടെ സജീവമാകാൻ വേണ്ടി, അവിടെ ആൾ കുറയാതിരിക്കാൻ വേണ്ടി അവിടേക്ക് ആളെ കൂട്ടിക്കൊണ്ടുപോകും. അതൊക്കെ അവരുടെ മനസ്സിൽ നിന്ന് ഉത്ഭവിക്കുന്ന ദുന്യവിയായ എന്തോ കുറവിന് വേണ്ടിയുള്ള ഖിയാം റമദാനാണ്, ഖിയാം ലൈലത്തുൽ ഖദറാണ്. എന്നാൽ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വല്ലാതെ മദ്ഹ് ചെയ്ത, അള്ളാഹുവിൻ്റെ റസൂല് കൂടുതലായി കണക്കിലെടുത്ത മഹാന്മാർ ഓരോരുത്തരും പ്രത്യേകമായി കണക്കെടുത്ത ആ റമളാൻ ഖിയാം ലൈലത്തുൽ ഖദർ അതിൻ്റെ പവിത്രത കരസ്ഥമാക്കണം. അത് അള്ളാഹുവിലേക്ക് അടുക്കാൻ ഏറ്റവും നല്ല മാധ്യമമാണ്, വസീലയാണ് എന്ന് മനസ്സിലാക്കി. അതാണ് ഈമാൻ. ആ ഈമാനിൽ നിന്ന് ഉത്ഭവിച്ചതായ ഖിയാം ലൈലത്തുൽ ഖദർ അത് മൂമിൻ്റെ അടയാളമാണ്. അത് മൂമിനിങ്ങൾക്ക് മാത്രമേ അതുണ്ടാവുള്ളൂ. അതിലേക്ക് വലിയ ജസാ, അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ പാരിതോഷികം അതിനിക്കുണ്ട്. കൂലി കൊടുക്കാനിപ്പം പണിക്കാരനല്ലല്ലോ, അള്ളവനെ കൂലിക്ക് വിളിച്ചതുമല്ലല്ലോ. മുമ്പ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇക്കമിൽ ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു ധാരാളം ആ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാനതൊന്നും ഇവിടെ കൊണ്ടുവരുന്നില്ല. അപ്പോൾ ശേഷം വരാൻ പോകുന്ന ഈ ബാബിൽ വരാൻ പോകുന്ന ഹദീസുമായി യോജിപ്പ് നാം ഈ പറഞ്ഞ അർത്ഥവും ഈ നിലക്ക് വായിക്കലുമാണ്. ബാബു ഖിയാമി ലൈലത്തുൽ ഖദർ മിനൽ ഈമാൻ. മനസ്സിൻ്റെ ഉള്ളിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റിയുള്ള ഈമാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തസ്ദീഖ്, അതിനാൽ ഉണ്ടായിത്തീരുന്ന ഖിയാം ലൈലത്തുൽ ഖദർ
അത് വിശദീകരിക്കുന്ന ബാബാണ്. അതിലേക്ക് എന്തെല്ലാം പ്രത്യേകത കിട്ടാൻ പോകുന്നുണ്ട്, അതിൻ്റെ ഗുണം എന്താണ്, അത് മൂമിന് മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ള കാര്യം പറയുന്ന ബാബാകുന്നു. വബിഹി ഖാല ശൈഖുൽ ഇമാമുൽ ഹാഫിളു അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് അബൂ അബ്ദില്ലാഹ് മുഹമ്മദ് ബിൻ ഇസ്മാഈൽ അൽ ബുഖാരി റഹിമഹുല്ലാഹു തആല ونفعنا بعلومه. حدثنا أبو اليمان قال أخبرنا شعيب قال حدثنا أبو الزناد عن الأعرج عن أبي هريرة رضي الله عنه وعنهم أنه قال قال رسول الله صلى الله عليه وسلم من يكن ليلة القدر إيمانا واحتسابا غفر له ما تقدم من ذنبه. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഹദ്ദസനാ അബുൽ യമാൻ. ഈ സനദിൽ 5 പേരാണുള്ളത്, റാവികളായിട്ട് 5 ശൈഖന്മാർ. അതിൽ ഒന്ന് അബുൽ യമാൻ. അവരെ സംബന്ധിച്ച് നാം പലവട്ടം പറഞ്ഞു പോയിട്ടുണ്ട്. അബുൽ യമാൻ ഇമാം ബുഖാരിയുടെ ഉസ്താദാണ്. പലപ്പോഴായി അവരുടെ ചരിത്രങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഈ ഹദീസിൽ പറഞ്ഞ ഇതേ സനദ്, ബിഐനി സനദ്, ഹുബ്ബാബു ഹുബ്ബിർ റസൂൽ അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ബാബിൽ ഇതേ സനദ് ധരിച്ചിട്ടുണ്ട്. അവയുള്ള റാവികളെ സംബന്ധിച്ച് വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഖാല അബുൽ യമാൻ എന്നവർ പറഞ്ഞു, അഖ്ബറനാ ശുഐബുൻ. ഖാല ശുഐബ് എന്നവർ പറഞ്ഞു, ഹദ്ദസനാ അബു സിനാദി അനിൽ അഅ്റജി. അബു സിനാദ് എന്നവർ അഅ്റജ് എന്നവരെ തൊട്ട്, അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു. ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മഹാനായ സ്വഹാബിയാണ്. അവരുടെ സനദിൽ വെച്ച് ഏറ്റവും അസഹുൽ അസാനീദ് ഇതാണെന്ന് പറഞ്ഞത്, ശുഐബുൻ അൻ അബു സിനാദി അനിൽ അഅ്റജി അൻ അബീ ഹുറൈറ. അങ്ങനെ ഒരു സവിശേഷതയുള്ള ഒരു സനദാണ്. ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ സനദിൽ വെച്ച് ഏറ്റവും നല്ല സനദ്. അന്നഹു ഖാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ യകും ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഇഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. മൻ യകും മന്നെ ജസ്മ ചെയ്യുന്ന ആമിലാണ്, ഇസ്മു ശർത്ത് മുബ്തദാ ജാസിം എന്ന തർക്കീബ് വെക്കുക. മൻ യകും ആരെങ്കിലും ഹയാത്താക്കിയാൽ ലൈലത്തുൽ ഖദ്രി, ലൈലത്തുൽ ഖദറിനെ ഒരു രാത്രി ഹയാത്താക്കുക. നിസ്കരിച്ചാലും വേണ്ടില്ല, നിന്നാലും വേണ്ടില്ല, ഇരുന്നാലും വേണ്ടില്ല, കിടന്നാലും വേണ്ടില്ല. അങ്ങനെ രാത്രി ഇബാദത്ത് കൊണ്ട് സജീവമാക്കുക. അതിന് ശറയിൽ ഉപയോഗിക്കുന്ന പദപ്രയോഗമാണ് യക്കും എന്നത്. എന്നല്ലാതെ വെറും നിസ്കാരം മാത്രമല്ല അതിൽപ്പെടുക. രാത്രി ഹയാത്താക്കൽ മുഴുവനും പെടും. അത് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ശറയിലുള്ള ഒരു ഇസ്തിലാഹി പ്രയോഗമാണ് ഖിയാമു ലൈലത്തുൽ ഖദ്ർ, ഖിയാമു റമളാൻ എന്നെല്ലാം പറയുന്നത്. അതോടുകൂടെ സന്ദർഭോചിതമായി ചില സമയത്ത് ആ ഖിയാമിനിക്ക് നിസ്കാരം എന്നും അർത്ഥം വെക്കേണ്ട സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ലൈലത്തുൽ ഖദ്ർ ആരെങ്കിലും ലൈലത്തുൽ ഖദ്റിനെ ആരെങ്കിലും ഹയാത്താക്കിയാൽ, അതാ യക്കും എന്നതിനിക്ക് നേരെ കാമയക്കോമു എന്നുള്ളത് നമ്മൾ ലാസിമാന്നാ പറയല്. എന്നാൽ ഇവിടുത്തെ യക്കോമു മുത്തഅദ്ദിയാണ്, ലൈലത്തെ മഫ്ഊലാണ് എന്നാണ്. കാരണം എന്താ, ലൈലത്തുൽ ഖദ്റിനെ ആരെങ്കിലും ഹയാത്താക്കിയാൽ എന്നാണ് അർത്ഥം. അത് ഐനി പ്രത്യേകമായി ആ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. ഈമാനം വഹ്തിസാബാ, ഈമാനൻ മഫൂൽ ലഹു, അതാണ് ലാഹിർ. ഈമാന് വേണ്ടി
ലൈലത്തുൽ ഖദ്ർ അവൻ ഹയാത്താക്കുന്നത് ഈമാൻ ഉണ്ടായതിന് വേണ്ടിയാണ്. ഓന് ഈമാനുണ്ട്. എന്താ ഈമാന്? ആമായ ഈമാൻ, അള്ളാഹിനെ പറ്റും റസൂലിനെ പറ്റും വിശ്വസിക്കേണ്ട കാര്യങ്ങൾ മുഴുവനും അതുപോലുണ്ട്. അത് മാത്രമല്ല, ലൈലത്തുൽ ഖദ്ർ ഒരു കാര്യമായ സംഭവമാണ് എന്നുള്ള ഈമാന് വേണ്ടി. വഹ്തിസാബാ, എഹ്തിസാബ് ചില ആളുകൾ, ചില മുഫസ്സിരീങ്ങൾ അർത്ഥം വെച്ചത് ഉസ്താദുമാരൊക്കെ വക്കലുണ്ട്, കൂലി ആഗ്രഹിച്ചതിന് വേണ്ടി. ആ കൂലി ആഗ്രഹിച്ചതിന് വേണ്ടി എന്നുള്ള അർത്ഥം മഹാന്മാരായ സൂഫിയാക്കളായ അയിമ്മത്ത് അത് തള്ളുന്നുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ റളിയല്ലാഹു അൻഹു ഈ ഇഹ്തിസാബൻ എന്ന പ്രയോഗത്തിലേക്ക് പ്രത്യേകമായി പറയല് അത് ഹസ്ബിൻ്റെ മാനാക്കുള്ള ഹസിബ് എന്ന് പോകുന്നതാണ്. അതാണ് ഇഹ്തിസാബ്. ഹസ്ബിൻ്റെ മാനാക്കാണ്. ഹസ്ബ് പറഞ്ഞാൽ കണക്കിലെടുക്കുക, കണക്കൂട്ടുക എന്നാണ് അർത്ഥമുള്ളത്. അപ്പോൾ അത് ലിസാനുൽ അറബിലും ആ പ്രയോഗം കാണുന്നുണ്ട്. ഇഹ്തിസാബൻ കൂലി ആഗ്രഹിക്കുക എന്നല്ല, എന്നതിന് വേണ്ടി, കണക്കിലെടുത്തതിന് വേണ്ടി. എങ്ങനെ കണക്കിലെടുത്തു? അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് ഇഷ്ടമുള്ളൊരു മഹത്തായ ഇബാദത്താണ്. അതുകൊണ്ട് ഇന്ന് അള്ളാഹുവിനെ മാത്രം കണക്കെടുത്താൽ മതി, വേറെ ഒന്നിനും അവൻ പരിഗണിക്കുന്നില്ല, പ്രതീക്ഷിക്കുന്നില്ല. അതിലേക്ക് എന്ത് കൂലിയുണ്ട്? കൂലിട്ടുന്ന കൂലി എന്താ പറഞ്ഞിട്ടില്ലല്ലോ. മമ്യക്കുമിൻ്റെ ജവാബാണ് ഉഫിറ ലഹു. അപ്പോൾ ശേഷം വരാൻ പോകുന്ന ജവാബിനെ പരിഗണിച്ചതിന് വേണ്ടി അർത്ഥം വെക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇഹ്തിസാബ എന്ന് പറഞ്ഞാൽ ഇമാം നവവിയും വെച്ച അർത്ഥം തന്നെയാണ്. ഇമാം നവവി ശറഹ് മുസ്ലിമിൽ അർത്ഥം വെച്ചത് എങ്ങനെയാണ്? 6:39 ജുസിൽ, 6-ാം ജുസ് 39-ാമത്തെ പേജിൽ വമാനാ ഇഹ്തിസാബൻ അൻ യുരീദല്ലാഹു തആല വഹ്ദഹു ലാ യഖ്സിദു റുയതൻ നാസി വലാ ഗൈറ ദാലിക മിമ്മാ യുഖാലിഫുൽ ഇഖ്ലാസ. ഇഖ്ലാസിനോട് എതിരാകുന്ന ജനങ്ങളെ കാണുക, അല്ലെങ്കിൽ സംഘടനക്ക് ആളുണ്ടാക്കുക, അല്ലെങ്കിൽ സംഘടന നടത്തുന്ന ആളുകൾക്ക് അവിടെ പേരും പ്രസക്തി ഉണ്ടാക്കാൻ വേണ്ടി ആളുകളൊക്കെ കൂട്ടിക്കൊണ്ടുപോവുക. അത് പള്ളി ആരും വേണ്ടില്ല, പള്ളി അല്ലാതെ സ്ഥലം വേണ്ടില്ല, എന്തായാലും വേണ്ടില്ല, ഒരു ആളെ കൂട്ടണം, പാർട്ടി വലുതാക്കണം. അങ്ങനെ ഒരു ലക്ഷ്യവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ വജ്ഹ് മാത്രമേ അവൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ നിലക്കഥ അള്ളാഹുവിൻ്റെ വജ്ഹിനെ മാത്രം കണക്കിലെടുത്ത് വേറെ ഒന്നിനും കണക്കിലെടുക്കാതെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഈമാന് വേണ്ടിയിട്ടും ഈ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ വജ്ഹിനെ ഉദ്ദേശിച്ചു, അള്ളാഹുവിനെ കണക്കിലെടുത്തതിന് വേണ്ടി. ശംസുൽ ഉലമ പറയും, ഈ ഇഹ്തിസാബൻ എന്ന് പറഞ്ഞതിൻ്റെ നേരെ ഉദ്ദേശം ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്ലാമിനെ പറ്റും ഈമാനിനെ പറ്റും ചോദിച്ചിട്ടുണ്ട്. ബൽ ഇഹ്സാൻ, ആ ഇഹ്സാന്റെ അർത്ഥത്തിനേക്കാൾ ഇവിടുത്തെ ഇഹ്തിസാബ്. ഇഹ്സാൻ പറഞ്ഞാൽ എന്താ? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു വഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അള്ളാഹുവിനെ കാണും പോലെ നീ ബാത്തെടുക്കണം. കാരണം നീ അള്ളാഹിനെ കാണണമെങ്കിൽ അള്ളാഹ് നിന്നെ കാണുന്നുണ്ട്. ആ ഒരു ഹിസാബ്, ആ ഒരു കണക്കെടുക്കൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ ഉള്ളിലേക്ക് എൻ്റെ പറ്റി മുഴുവനും അവൻ ഓരോരോ സമയത്തും കണ്ടുകൊണ്ടിരിക്കുന്നു, അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അള്ളാഹ് എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തൊട്ട് എൻ്റെ ശ്രദ്ധ തിരിച്ചുകൂടാ. അങ്ങനെ പൂർണ്ണമായി അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ പരിഗണിച്ചതിന് വേണ്ടി, ഈമാന് വേണ്ടിയും ലൈലത്തുൽ ഖദ്റിനെ ആരെങ്കിലും ഹയാത്താക്കിയാൽ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ഉഫിറ ലഹു അവനിക്ക് പൊറുക്കപ്പെടും, മാ തഖദ്ദമ മുന്തിയതായ ഒന്നിനെ, മിൻ ദംബിഹി അവൻ്റെ ദോഷങ്ങളിൽ നിന്ന്,
മുന്തിയതായ ദോഷങ്ങൾ ഏതുണ്ടോ അത് മുഴുവനും പൊറുക്കപ്പെടും. ഈ പ്രയോഗത്തിൽ മഹാന്മാർ ചോദിക്കുന്നുണ്ട്. മാ എന്നുള്ളത് ഉമൂമിനെ ഫായിദപ്പിക്കുന്ന അതാത്താണ്, മൗസൂലാണ്. മൗസൂല ഉമൂമിനെ ഫായിദപ്പിക്കും. ഉമൂമിനെ ഫായിദപ്പിക്കുമ്പം എല്ലാ ദോഷങ്ങളൊന്നും വരൂലേ. അപ്പം ചെറുദോഷം പൊറുക്കുമ്പം പെടും, വൻദോഷം പെടും, അതോടുകൂടെ ഹുക്കൂക്കുൽ ആദമിയും പെടൂലേ. മഹാന്മാർ പറയുന്നു ഹുക്കൂക്കുൽ ആദമിയെ പെടൂല എന്നുള്ളത് ഇജ്മാ ആണ്. കസ്തലാനിയുടെ പ്രത്യേകം പറയുന്നുണ്ട്, മാതക്കദ്ദമി ദംബിഹി എന്ന് പറഞ്ഞാൽ ചെറുതും വലുതുമായ എല്ലാ ദോഷവും ആദമിയായ ഹുക്കൂക്കുകൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ദോഷങ്ങളും. മനുഷ്യരുമായി ബന്ധപ്പെട്ട ഹക്കുകൾ സാമ്പത്തികമായോ അല്ലെങ്കിൽ വാക്കാലോ പ്രവർത്തിയാലോ വന്നു പോയ ഇളറാറ് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കൽ ഏതെങ്കിലും വിധേന ഇവൻ്റെ വക്കൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ, ഇവൻ ഐബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമീമത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രദൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പണം കൊടുക്കാനുണ്ടെങ്കിൽ, എന്തെങ്കിലും പിടിച്ച് പറിച്ചതുണ്ടെങ്കിൽ അത് ഓൻ്റെ പൊരുത്തില്ലാതെ ഒരു നിലക്കും അള്ളാഹു തആല വിട്ടുകൊടുക്കൂല. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലപ്പോഴും അവനെ തൃപ്തിയാക്കി കൊടുത്തു എന്ന് അവൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ മഹ്ശറയിൽ വെച്ച് അവനിക്ക് ചോദ്യം ചെയ്യപ്പെടാൻ എന്തായാലും അതുണ്ടാകും. അതാണല്ലോ അല്ലാഹുമ്മ ഇന്ന ലക അലയ്യ ഹുഖൂഖൻ കസീറാ ഫീമാ ബൈനി വ ബൈനിക് വഹുഖൂഖൻ കസീറൻ ഫീമാ ബൈനി വ ബൈന ഖൽഖിക്. പ്രധാനപ്പെട്ട ഒരു ദുആണത്. കഅബ തവാഫ് ചെയ്യുമ്പോൾ പ്രത്യേകം ആ ദുആ ദ്വാരക്കലുണ്ട്. ഹജ്ജിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും അത് ദുആ ചെയ്യുന്ന ദുആണ്. പടച്ചോനെ, എൻ്റെയും നിൻ്റെയും ഇടയിൽ ധാരാളം ഹക്കുകളുണ്ട്. എൻ്റെയും നിൻ്റെ പടപ്പുകളുടെയും ഇടയിൽ ധാരാളം ഹക്കുകളുണ്ട്. എൻ്റെയും നിൻ്റെയും ഇടക്കുള്ളത് നീ പൊരുത്തപ്പെട്ടു തരണേ പടച്ചോനെ. അതിന് ഈ മഗ്ഫിറത്ത് ചെയ്യണേ പടച്ചോനെ. നിൻ്റെയും നിൻ്റെ ഹൽക്ക്, എൻ്റെയും നിൻ്റെ ഹൽക്കിൻ്റെയും ഇടയിലുള്ളതിനെ അവരെ നീ എന്നെ പൊരുത്തപ്പെടിപ്പിക്കണേ റബ്ബേ. അവർക്ക് എന്നെപ്പറ്റിയുള്ള സംതൃപ്തി ഉണ്ട്, അത് വിട്ടുതരാനുള്ള തൗഫീഖ് മനസ്സവർക്ക് കൊടുക്കണേ പടച്ചോനെ. അവർക്ക് അതിന് പകരമായി വലിയ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. ഈ ദുആ വല്ലാത്ത ദുആണ്. അതാണ് മഹാന്മാർ പറയുന്നത് ഹുഖൂഖുൽ ആദമിയ്യി, അവരെ പൊരുത്തല്ലാതെ ഒരു നിലക്കും അത് പൊറുക്കപ്പെടൂല എന്നുള്ളത് ഇജ്മാ ആണ്. പിന്നെ വൻദോഷം ചെറുദോഷം അത് എല്ലാം പൊറുക്കാം അല്ലാഹു തആലാന്റെ ഖൽക്കിൻ്റെയും ഇടയിലുള്ളത്. അത് ഈ വാക്കിൽപ്പെടും. ചില ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചെറുദോഷങ്ങൾക്ക് പൊറുക്കപ്പെടും, വലിയ ദോഷങ്ങൾക്ക് അല്ലാഹു തആല പൊറുക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ പറഞ്ഞ പലരും ഉണ്ട്. ഈ ഹദീസിൻ്റെ ളാഹിർ പ്രകാരം ആ ചെറുതും വലുതും എല്ലാം പൊറുക്കപ്പെടുമെന്നാണ്. അല്ലാഹു തആലാന്റെ റഹ്മത്ത് വാസിയാണ്. ഇന്നൽ കബായിറ ഫിൽ ഗുഫ്റാനി കല്ലമമി എന്ന് ബുസൈമാൻ പറഞ്ഞ മാതിരി ചെറുതും വലുതൊന്നും അള്ളാഹ്ക്ക് പ്രശ്നമല്ല. പക്ഷെ ഈ ഒരു ഷർത്തപ്പിക്കാൻ കഴിയണം. ഈമാൻ മറ്റൊരു വായന പറയാം, ഈമാനൻ ഹാലാണ്. മൂമിനായവനായ സ്ഥിതിയിലും വഹ്തിസാബ അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ മാത്രം പരിഗണിച്ചതിൻ്റെ പേരിലും പരിഗണിച്ചതിനായ സ്ഥിതിയിലും ആരെങ്കിലും ലൈലത്തുൽ ഖദ്റിനെ ഹയാത്താക്കിയാൽ അവൻ്റെ ദോഷങ്ങളിൽ നിന്ന് കഴിഞ്ഞു പോയ എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെടും. ഈ ഹദീസിൻ്റെ മത്തിനുമായി ബന്ധപ്പെട്ട ധാരാളം ചർച്ചകളുണ്ട് ഇവിടെ. അതിൽപ്പെട്ട ഒന്നാണ് മൻ യകും ലൈലത്തുൽ ഖദ്രി ഈമാനം വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അവിടെ മൻ ഷർത്തിൻ്റെ അദാത്താണ്, മജ്സൂമുമാണ്, ജാസിമുമാണ്. അതിൻ്റെ ജവാബായി കൊണ്ടുവന്ന് യക്കും എന്ന മുളാരിയ ഫീലാണ്. അപ്പോൾ ലൈലത്തുൽ ഖദ്റിൽ ആരെങ്കിലും നിന്നാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, മഅന ഏതായാലും ഇസ്തിഖ്ബാലിന് തന്നെയാണ്.
മാനസ്തിക്ബാലിന് കാവലോട് കൂടെ തന്നെ അവിടെ കൊണ്ടുവന്ന് യക്കും എന്ന മുലാരിയാഫീൽ, ജവാബ് കൊണ്ടുവന്ന് ഉഫിറ എന്നുള്ള മാലിയാഫീൽ. അവിടുത്തെ ഒരു ചർച്ച എന്താ? തൊട്ടടുത്തുള്ള ബാബിൽ രണ്ടാമത്തെ ബാബ് തത്തവൂയി ഖിയാമി റമളാന മിനൽ ഈമാൻ എന്ന് പറഞ്ഞുകൊടുത്ത് മൻ ഖാമ റമളാനാണ്. അവിടെ മൻ യക്കും എന്നല്ല, മാലിയാഫീലാണ്. ബാബു സൗമി റമളാൻ ഇഹ്തിസാബൻ മിനൽ ഈമാൻ എന്ന് പറഞ്ഞുകൊടുത്ത് മൻ സ്വാമ റമളാനാണ്. അവിടെ സ്വാമയാണ്, മാലിയാഫീല. അപ്പം അവിടെ സ്വാമൻ്റെ അവിടെയും കാമ റമളാൻ്റെ അവിടെയും മാലിയായ ഫീല്. ലൈലത്തുൽ ഖദ്റിൻ്റെ അവിടെ പറഞ്ഞു കൊടുത്ത് മയ്യക്കും എന്ന് മുലാരിയാഫിലും കൊണ്ടുവന്നു. അതെന്തേ? അതിലേക്കുള്ള മറുപടി ഇമാം കിർമാനി റളിയല്ലാഹു അൻഹു പറഞ്ഞ നല്ല മറുപടിയാണ്. എന്താ? റമളാൻ എന്നത് മഅലൂമാണ്, അത് അറിയപ്പെട്ടതാണ്. റമളാനിൽ അതിനെ ഹയാത്താക്കുക അത് നടക്കുന്ന കാര്യമാണ്. റമളാനിൽ നിസ്കാരം നടക്കും. രാത്രി ആയ റമളാനിൽ തറാവീഹ് നിസ്കരിക്കുക, അവിടുത്തെ ഖിയാമുൽ ഉദ്ദേശം അത് മനസ്സിലാക്കി റമളാനിൽ രാത്രി നിസ്കരിക്കാൻ കഴിയുന്ന കാര്യമാണ്, യഖീനുള്ളതാണ്. അവിടെ കാമ യഖീനുള്ളതിന് ഉപയോഗിക്കുന്ന മാലി ഉപയോഗിച്ചോ. മൻ സ്വാമ റമളാന, റമളാനിൽ നോൻപ് വെക്കുക, നിയത്തും വെച്ച് പ്രഭാതം മുതൽ പ്രദോഷം വരേക്കും ഒന്നും കഴിക്കാതൊക്കെ അല്ല നോൻപ്. അത് നോൽക്കാൻ കഴിയുന്ന കാര്യമാണ്, യഖീനുള്ള കാര്യമാണ്. അവിടെ യഖീൻ ഉപയോഗിക്കുന്ന മാലി ഉപയോഗിച്ചു. നേരെ മറിച്ച് ലൈലത്തുൽ ഖദ്ർ അത് മുബ്ഹമായി കിടക്കുകയാണ്. അത് റമളാൻ മാസം 1 മുതൽ 30 ഇടയിലുള്ള ഒരു ദിവസമാണ് എന്നൊരു അഭിപ്രായം. അതല്ല, റമളാൻ അല്ലാത്ത ദിവസങ്ങളിലും ആവാൻ മറ്റൊരഭിപ്രായം. റമളാനിലെ അവസാനത്തെ 10-ലാവാം, അല്ല അവസാനത്തിന് 2-ാമത്തെയും 10-ലാവാം. അവസാനത്തെ 10-ലാണെങ്കിൽ തന്നെ അത് ഒറ്റ രാവുകളിലാവാം. ആ ഒറ്റ രാവുകളിന് ഏതാണ്? ഇത് ധാരാളം ചർച്ചകളുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൻ്റെ വ്യക്തമായ ഇന്ന ദിവസത്തിലാണ് അത് എന്ന് വിശദീകരിച്ച് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ആര് ഇബാദത്ത് ചെയ്താലും ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്നത് അത് ലൈലത്തുൽ ഖദ്ർ ആയിക്കൊള്ളണം എന്നില്ല, യഖീനില്ല. അവിടെ ഷക്കിന് ഉപയോഗിക്കുന്ന യക്കും എന്ന് പറയുന്ന മുലാരിയാഫിൽ ഉപയോഗിച്ചു. ഇത് ഇമാം കിർമാനിയുടെ മറുപടിയാണ്, നല്ല മറുപടിയാണ്. മറ്റൊരു ചോദ്യം അവിടെ, ഷർത്തിൻ്റെ ഫിഅല് മുലാരിയായി വരലും ജവാബ് ഉഫിറ ലഹു മാലിയായി വരലും ഭാഷാ പണ്ഡിതന്മാരിൽ നിന്ന് അധിക പേരും, പ്രത്യേകിച്ചും നഹ്വീങ്ങളിൽ നിന്നുള്ള അധിക പേരും അത് പാടില്ല എന്ന് പറഞ്ഞവരാണ്. ഫസാഹത്തിന് എതിരായ ഒന്നും ഹദീസിലുണ്ടാകാൻ പാടില്ലല്ലോ. ഫമൻ യകും ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഇഹ്തിസാബ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്നുള്ളത് ഭാഷാപരമായി ഫസാഹത്തിന് എതിരായ പ്രയോഗമായില്ലേ? അതിൻ്റെ മറുപടി എന്താ? ഭൂരിപക്ഷം നഹ്വീങ്ങളും ഭാഷാ പണ്ഡിതന്മാരും അങ്ങനെ പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ പറഞ്ഞത് ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം അവിടെ തെറ്റാണ്. കാരണം അവർക്ക് ഭാഷയുമായുള്ള അന്വേഷണങ്ങൾ, ഉപയോഗ സ്ഥലങ്ങൾ പരിശോധനയുടെ കുറവുണ്ട്. അങ്ങനെയാണ് അവർ അധിക സ്ഥലത്ത് കാണാത്തോട് തീരെ പാടില്ല എന്ന് പറഞ്ഞതാണ്. കാരണം ബഹുമാനപ്പെട്ട ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അവർ ഈ വിഷയം അവാമിനുൽ ജസ്മിൻ്റെ ബാബിൽ അൽഫിയിൽ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഫിലൈനി യഖ്തലീന ശർത്തുൻ ഖുദ്ദിമ യതിലുൽ ജസാഉ വജവാബൻ വസിമ വമാലിയൈനി ഔ മുലായിഐനി തുൽഫീഹിമാ ഔ മുതഖാലിഫൈനി. ഷർത്തിൻ്റെ അദാത്ത് ആദ്യം പറഞ്ഞു. എന്ന് പറയാണ് യഖ്തലീന ഫിലൈ, അവകൾക്കൊക്കെ 2 ഫീല് വേണം. ആദ്യം പറഞ്ഞതിന് ഷർത്ത് എന്നാ പറയാ, ശേഷം പറഞ്ഞതിന് ജസാദ് എന്നും പറയാ, ജവാബ് എന്നും അഭിപ്രായം എന്നും പറയലുണ്ട്. ജവാബ് എന്നും ജസാദ് എന്നും പറയും ഷർത്തിൻ്റെ വേഷ്ക്ക് വരണം എനിക്ക് എന്ന് ചർച്ച ചെയ്ത ശേഷം മൂപ്പര് പറയാണ്
വമാലിയൈനി ഔ മുളാരിഐനി തുൽഫിഹിമ. ആ രണ്ട് ഫേല് ചിലപ്പോൾ രണ്ടും മാലിയായിട്ട് ഒരു ഷർത്തും ജവാബും മാലിയാകും, ചിലപ്പോൾ ഷർത്തും ജവാബും മുളാരിയാകും. ഔ മുത്തഖാലിഫൈനി, അല്ലെങ്കിൽ ഒന്ന് മാലി മറ്റത് മുളാരി, ഇങ്ങനെയായും വരുന്നതാണ്. അത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മഖ്ദൂം അത് ശറയിൽ എഴുതുന്നത് എന്താ? ഔ മുത്തഖാലിഫൈനി പറഞ്ഞോടത്ത് ബിഅൻ യകൂന ശർതു മാദിയൻ വൽ ജസാഉ മുളാരിഅ നഹു മൻ കാന യുരീദു അർസൽ ആഖിറ നസിദ് ലഹു. അവിടെ മൻ്റെ ഷർത്തായിട്ട് വന്ന് കാന എന്നുള്ള മാദിയാഫീല, ജവാബ് നസിദ് എന്ന് പറയുന്ന മുളാരിയാഫീലും. ഔ അക്സിഹി, അല്ലെങ്കിൽ ഇതിൻ്റെ അക്സ് വരൽ കൊണ്ടിട്ട് വഹുവ ഖലീലുൻ, അക്സ് എന്താണ്? ഷർത്ത് മുളാരിയും ജവാബ് മാലിയുമാവ് ഖലീലാണ്. ഖലീല ഇസ്തിമാൽ ധാരാളം തിരിഞ്ഞാൽ കാണൂല. ഫസീഹല്ല എന്നോ അത് മംനു ആണോന്നോ ഒരു മൂറ് പറഞ്ഞ മാതിരി പറഞ്ഞൂടാ. തെളിവ് കണ്ടോ? മയ്യക്കും ഫീ ലൈലത്തിൽ ഖദ്രി ഈമാനം വഹ്തിസാബാ ഉഫ്ര ലഹു മാ തഖദ്ദമ മിൻ ദംബി. അതും മഅന കൊണ്ട് റിവായത്ത് ചെയ്ത ഫീന്നില്ലല്ലോ. മയ്യക്കും ലൈലത്തുൽ ഖദ്രി ഈമാനം വഹ്തിസാബാ ഉഫ്ര ലഹു മാ തഖദ്ദമ മിൻ ദംബി. അവിടെ മയ്യക്കും അഫ്സഹുൽ ഫുസഹ ആണ് റസൂലുള്ളാഹി തങ്ങൾ. റസൂലുള്ളാഹിനെ ഉപയോഗിച്ചിട്ടുണ്ട്. ധാരാളം കവിമാരുടെ കവിതകളിലാണ് വന്നിട്ടുണ്ട്, ഉപയോഗങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ വന്നിട്ടുണ്ടെങ്കിലും മാലി മാത്രമോ മുളാരി മാത്രമോ അല്ലെങ്കിൽ ഷർത്ത് മാലിയും ജവാബ് മുളാരിയുമായി വരുന്നതിനേക്കാളും കുറവാണ്. അത് ഉള്ള നോക്കുമ്പോൾ കുറവാണ്. ഈ ഹദീസാണ് തെളിവ് കൊടുത്തത്. ഷർത്ത് മുളാരിയുമാവാം, ജവാബ് മാലിയുമാവാം. ഈ ഹദീസ് തെളിവ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്. ഇത് ഇമാം കിർമാനി പറഞ്ഞ മറുപടി തന്നെയാണത്. പലരും പറഞ്ഞ മറുപടിയാണ്. പക്ഷേ ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങൾക്ക് ഇവിടെ എന്തോ ഒരു ആശയക്കുഴപ്പം വന്നിട്ടുണ്ട്. എന്നിട്ട് അവരത് ആ മറുപടി സമ്മതിക്കണില്ല. അതാവശ്യമുള്ളവർ ഫത്വൽ ബാരി നോക്കി തഹ്രീർ ചെയ്യുക. അതിൻ്റെ യഥാർത്ഥ മറുപടി ഇതാണ്: ഇത് റസൂലുള്ളാഹിൻ്റെ വാക്കാണ്. അത് മഅന കൊണ്ട് റിവായത്ത് ചെയ്തൂടെ എന്നൊരു ചോദ്യമാണ് ഇവിടെ ചോദിക്കാനുള്ളത്. റസൂലുള്ളാഹി പറഞ്ഞിരുന്നത് മൻ ഖാമ ലൈലത്തുൽ ഖദ്ർ എന്നാണ്. ഏതോ റാവി മൻ യക്കും നാക്കീതാണ് എന്നൊക്കെയാണ് ഫത്വൽ ബാരിയുടെ പറയുന്നത്. അത് സമർത്ഥിക്കാൻ വേണ്ടി പേജുകൾ കളയും, വരികൾ എഴുതുന്നുണ്ട്. പക്ഷേ ഈ ഹദീസുകളും ഹദീസുകളെ റിവായത്ത് മഅന കൊണ്ട് റിവായത്ത് ചെയ്യാം, അത് മുസല്ലമാണ്, ഒരു വിഭാഗത്തിലെടുക്കൽ. പക്ഷെ മഅന കൊണ്ട് റിവായത്ത് ചെയ്യുന്ന ആൾ ഭാഷയിൽ നൈപുണ്യമുള്ള ആളായിരിക്കണം എന്ന് ഷർത്താണ്. ഒരു കാരണവശാലും ഒരു ഖത്തയിലേക്ക് അവർ പോകാൻ പാടില്ല. ഷർത്തിൻ്റെ ഫിഅല് മുളാരിയാവാൻ പറ്റൂല എന്നത് മുളാരി ഉപയോഗിക്കൽ തെറ്റാണെങ്കിൽ, ഖത്ത ആണെങ്കിൽ, ആ ഖത്ത് പറയുന്ന ഒരാളെ, അത് തിരിയാത്ത ഒരാളെ ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? എന്താ ഫത്വൽ ബാരി ചിന്തിക്കാത്തത്? ഹദീസിൻ്റെ മഅന കൊണ്ട് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ ആ റിപ്പോർട്ട് ചെയ്യുന്ന മഅന 100% അസ്ര് ഭാഷയോട്, റസൂൽ ഉപയോഗിച്ച ഭാഷയോട് ഒത്തുവരണം. ഭാഷാപരമായ തെറ്റുപയോഗിക്കാൻ പാടില്ല. നിയമല്ലേ? ഫത്വൽ ബാരി എന്ന് പറഞ്ഞ നിയമല്ലേ അത്? ഇവിടെ എന്താ പാലിച്ചില്ല എന്ന് പറഞ്ഞത്? അതുകൊണ്ട് നമ്മളെ ഇമാമിയങ്ങൾ, മഖ്ദൂം തങ്ങളെ പോലെയുള്ള മഹാന്മാർ പലരും പറഞ്ഞത് പ്രകാരം ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന് പറയുന്ന ഹദീസാണ്. അത് മഅന കൊണ്ട് റിവായത്ത് ചെയ്താൽ പറഞ്ഞിട്ടില്ല. ലാഹിറുൽ ലഫ്ദ് കൊണ്ട് റിവായത്ത് ചെയ്യലാണ് അവിടുത്തെ ലാഹിറും. അതുകൊണ്ട് മയ്യക്കും ലൈലത്തുൽ ഖദ്രി ഈമാനം വഹ്തിസാബാ ഉഫ്ര ലഹു മാ തഖദ്ദമ മിൻ ദംബി യക്കും എന്നത് റസൂലുള്ളാഹി പറഞ്ഞു. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിലും അത് ഉപയോഗിച്ച ആയത്തുകളുണ്ട്, പദ്യങ്ങളിലും ധാരാളമുണ്ട്. അതുകൊണ്ട് മുളാരിയായ ഫീല് ഷർത്തിൻ്റെ മന്നിൻ്റെ ഷർത്തിൻ്റെ ഫീലായി വരുന്നതിന് വിരോധമില്ല എന്ന് തെളിവ് പറയുന്നത് സത്യമാണ്. അത് തെളിവ് തന്നെയാണ്.
പിന്നെ ഈ ഹദീസിലുള്ളൊരു ചോദ്യം, ലൈലത്തുൽ ഖദറിനെ ആരെങ്കിലും ഖിയാമ് ചെയ്താൽ, അതിനർത്ഥം വെച്ചു ഹയാത്താക്കിയാൽ, ആ ഹയാത്താക്കി എന്നതിനിക്ക് തീരെ ഉറങ്ങാതെ ഇബാദത്തിനായി തന്നെ മുഴുകണോ, അല്ലെങ്കിൽ അല്പം ഉറങ്ങുന്നുണ്ട് പക്ഷേ ആ വർക്ക് കൊണ്ട് ലക്ഷ്യം അവസാന ഘട്ടത്തിൽ തഹജ്ജുദ് നിസ്കരിക്കലാണ്, അല്ലെങ്കിൽ ശരീരത്തിനൊക്കെ ഉന്മേഷം കിട്ടലാണ്, അപ്പോൾ അത് ഖിയാമത് ആ ഖിയാമിനെ പറ്റി ഹയാത്താക്കി തന്നെ പറയാം. കാരണം ഉറക്കും ഇബാദത്താക്കി മാറ്റാലോ. അങ്ങനല്ലാതെ ഇബാദത്തുമായി ബന്ധപ്പെട്ട സമയം വളരെ കുറച്ചോ പിന്നെ മറ്റുള്ള സംസാരങ്ങളിലോ മുബാഹ കാര്യങ്ങളിലേക്കോ ചെലവാക്കി, ഈ മുബാഹ ഉറക്കോ ചെലവാക്കിയാൽ അവൻ ലൈലത്തുൽ ഖദർ ഹയാത്താക്കി പറയാൻ പറ്റുമോ? പറ്റൂലേ? എത്രയാണ് അതിൻ്റെ കണക്ക്? അതിനവിടെ പറയുന്നു, ഈ ലഫ്ളിൻ്റെ ലാഹിർ അങ്ങനെ തന്നെയാണ്, മുഴുവനും കണ്ണ് ചിമ്പാതെ ഹയാത്താക്കണം. അല്ലെങ്കിൽ കണ്ണ് ചിമ്പുകയാണെങ്കിൽ ഉറങ്ങുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ലക്ഷ്യം മറ്റൊന്ന് ഇബാദത്ത് തന്നെ ആയിരിക്കണം. അതാണ് ഈ വാക്കിൻ്റെ ലാഹിർ. എന്നാലും ചില പണ്ഡിതന്മാർ ഇശ ജമാഅത്തായി നിസ്കരിച്ചു, സുബയും ജമാഅത്തായി നിസ്കരിച്ചവനിക്ക് അതിൽ നിന്നുള്ള ഒരു ഹല്ല് ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നൊരു ഭാഗം അവനിക്ക് കിട്ടും. ഖിയാമൻ ഈ ഹദീസിൻ്റെ പരിധിയിൽ അവരെയും ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞ മഹാന്മാരായ പണ്ഡിതന്മാരുണ്ട്. അതിനോട് വാക്ക് പറയുന്നുണ്ട്, മൻ സ്വാമ റമളാന എന്ന് പറഞ്ഞാൽ എന്താണ്? റമളാൻ മുഴുവനും നോൻപുൽക്കുക എന്നല്ല, ഓരോരോ ദിവസം മുഴുവൻ നോൻപുൽക്കുക എന്നല്ല, ഒരു പകലിലുള്ള നോമ്പ് എന്നുള്ള ഭാഗമാവോ എന്ന മാതിരി തന്നെയാണ് രാത്രിയിലുള്ള ഖിയാമ് എന്ന് പറഞ്ഞാലും ഫുള്ളായിരിക്കണം. അപ്പോഴേ ഈ പറഞ്ഞ മാത്രം കിട്ടുള്ളൂ എന്ന ജാനിബാണ് അയിന് റാജിയാക്കുന്നത്. മുഴുവൻ ഹയാത്താക്കണം. നോമ്പ് പൗതിയാകാത്ത മാതിരി ഈ ഖിയാമും രാത്രിയുടെ ഇടയിൽ അല്പസമയം പോരാ, മുഴുവൻ ഹയാത്താക്കണം. പക്ഷേ അതൊക്കെ നമ്മളെപ്പോലെയുള്ള സാധുക്കൾക്ക് തശ്ദീദാണ്, കുറച്ച് ഗൗരവം കൂടുതലാണ്. നമ്മുടെ ഫിഖഹിൻ്റെ കിതാബിലൊക്കെ ഇമാമിങ്ങൾ പറഞ്ഞതുപോലെ ഇശാ ജമാഅത്തായി നിസ്കരിച്ചു, അതുപോലെ തറാവീഹ്, വിത്ർ അതെല്ലാം നിസ്കരിച്ചു, എന്നിട്ട് അവൻ ഉറങ്ങിപ്പോയാൽ അവനെ സംബന്ധിച്ചും ഈ പറഞ്ഞ വാക്കിൻ്റെ ഒരംശം ഓന് കിട്ടും. ഇവനും അവൻ തമ്മിൽ തഫാവുത്തുണ്ട് എന്നേ ഉണ്ടാവുള്ളൂ. നല്ലോണം ചെയ്തവനും കുറച്ച് ചെയ്തവനും ചെയ്തിട്ട് വെതറിയതല്ലേ കുഴിച്ചിട്ടതല്ലേ കൊയ്യാൻ പറ്റുള്ളൂ. മഹാന്മാർ പറയുന്ന മാതിരി ചെറിയ കുറച്ച് വിത്ത് വെതറിയവനിക്ക് കുറച്ച് കൊയ്യാനുണ്ടാകും, ധാരാളം വെതറിയവനിക്ക് ധാരാളം കൊയ്യാനുണ്ടാകും. എന്നാലും ഒരു അംശം ഒരു കൊയ്ത്തോനും കിട്ടും. വളരെ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതാണ്. ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ചുള്ള വിശദമായ ചർച്ചകൾ ഇനിയും വരാനുണ്ട്.